പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം എഴുതിയപ്പെട്ട 4 സുവിശേഷങ്ങളിൽ 1-ാമത്തെ സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. 1-ാം അധ്യായത്തിൻ്റെ അകത്ത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രവും യോഹന്നാൻ സ്നാപകൻ്റെ ജനനവും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവും അത് നിമിത്തമുണ്ടായ സംഭവവികാസങ്ങളും പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിൻ്റെ അകത്തേക്ക് കുഞ്ഞാൻ്റെ വഴി നിരപ്പാക്കുവാൻ നിയോഗിതനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൗത്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ആ ദൗത്യത്തിൻ്റെ അകത്ത് തൻ്റെ പ്രസംഗ വിഷയത്തിൽ എന്താണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഞാൻ വായിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. 1 സ്വർഗരാജ്യവും, 2 മാനസാന്തരവും. സുവിശേഷം എന്നുള്ളത് ഒരു നല്ല വർത്തമാനമാണ്. മനുഷ്യനെ മതം മാറ്റുന്നതല്ല സുവിശേഷം, മറിച്ച് മനുഷ്യൻ്റെ മനസാക്ഷിയെ മാറ്റുന്നതാണ് സുവിശേഷം. കള്ളു കുടിക്കുകയും ബീഡി വലിക്കുകയും മറ്റ് ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുകയും അധാർമികമായ നിലയിൽ ആയിത്തീരുകയും ആ അധാർമികമായ നിലയിൽ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുകയും കൊലപാതകങ്ങളും കൊലപാതക പരമ്പരകളും അവിടെ ഇവിടെയായി നടമാടുമ്പോൾ സമൂഹത്തിൻ്റെ അകത്ത് നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിപ്പാൻ കഴിയുന്നത് അത് സുവിശേഷ നിമിത്തം മാറ്റപ്പെട്ട ഹൃദയത്തിനുടമയായവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഈ കാര്യത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ മുമ്പ് പറഞ്ഞതായ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ സമാധാനമില്ലാതെ പോയ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതും ഞങ്ങളെ വീണ്ടെടുത്തതും ഇന്നിൻ്റെ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ തന്നതും ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടും ഞങ്ങളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൽ മാറിയതുകൊണ്ടുമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുവാൻ പ്രേരകമായത്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത്, ഈ ലോകത്തിനും മുഴുവനായിട്ടും വേണ്ടുന്നത് ഒരു മാനസാന്തരമാണ്. മാനസാന്തരമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയത്തില്ല. മാനസാന്തരമില്ലാത്ത ഹൃദയത്തിന് നന്മ നിറഞ്ഞ ഒരു കാര്യം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതകളില്ല. അവിടെ അധാർമികതയാണ് കാണാൻ കഴിയുന്നത്. മോശമായ ഭാഷകൾ ഉപയോഗിക്കുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയും. മദ്യപിച്ച് വരുന്ന കുടുംബനാഥന്മാരെ വെറുക്കുന്ന എത്രയോ ഭാര്യമാരെ കാണുവാൻ കഴിയും. കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർത്ത് കളയുന്ന ഈ മേഖലയിൽ നിന്നും നമുക്ക് വേണ്ടുന്നത് മാനസാന്തരമാണ്. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് കുറ്റങ്ങളിൽ നിന്നും ഒരു തിരിഞ്ഞു വരിക എന്നുള്ളത് മാനസാന്തരം. ഒരുവൻ യാത്ര ചെയ്ത ദിശയ്ക്ക് വിപരീതമായി തിരിയുക എന്നതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാനസാന്തരം യഥാർത്ഥത്തിൽ ദൈവത്തെങ്കിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ മടങ്ങിവരവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ വസ്തുതകളെയും ലോകത്തിൻ്റെ വേഗത്തിൽ വെറുക്കുകയും ആ നിൽക്കുന്ന നിലയിൽ തന്നെ സമ്പൂർണ്ണ മാറ്റത്തിന് യോഗ്യമാവണ്ണം മനുഷ്യ സ്വഭാവം ക്രമീകരിക്കുക എന്നതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളത് പറയുന്നത്. വാക്വൈഫല്യത്താലോ വാക്തത്വത്താലോ അല്ലെങ്കിൽ യുക്തിയാലോ അല്ല, മറിച്ച് മാനസാന്തരം അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതാണ് നമുക്ക് ഇവിടെ സാധ്യമായി മാറുന്നത്. മാനസാന്തരപ്പെടുവാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന 4 വിഷയങ്ങൾ: 1 പരിശുദ്ധാത്മാവിലാണ് മാനസാന്തരപ്പെടേണ്ടത്. 2 ദൈവവചനത്താലാണ് മാനസാന്തരപ്പെടേണ്ടത്. 3 അനുതാപത്താലാണ് മാനസാന്തരപ്പെടേണ്ടത്. 4 യേശുവിൻ്റെ നാമത്തിലും ആ യേശു ക്രിസ്തുവിൽ കാൽവരിയിൽ കാണിച്ചു തന്ന കാൽവരിയുടെ പാപപരിഹാര യാഗത്തിലും വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയത്തുള്ളൂ. എന്താണ് തടസ്സങ്ങൾ? പ്രധാനമായും തടസ്സങ്ങളുണ്ട് ഇതിന്. എന്താണ് തടസ്സം? സ്വയസ്നേഹവും പാതി ഹൃദയവും നീട്ടിക്കൊണ്ടു പോകുക, അവിശ്വാസത്തിൻ്റെ വിവിധ ന്യായങ്ങൾ പറയുക, ഇതെല്ലാം മാനസാന്തരത്തിൻ്റെ തടസ്സങ്ങളായി നിൽക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് പകരം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മാനസാന്തരത്തിന് തടസ്സമായി എന്തെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്നും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്
ദൈവസ്ഥലയിൽ മാനസാന്തരപ്പെടുക. മാനസാന്തരം ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനയാണ്. സഭകളോട് പറയുന്നു, നീ മാനസാന്തരപ്പെട്ടിട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തോടെ മുന്നോട്ട് കടന്നു പോകാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറ നാഥ.